Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞൊരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതി തലവാളെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in youth. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്റ്റ് ഇൻ യൂത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ മൊബൈല് ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പുതിയ ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ മൊബൈലിന് ലഭിക്കും. ഇതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന കുറച്ച് യുവജനങ്ങൾ ഇന്ന് നമ്മുടെ ക്രൈസ്റ്റ് ഇൻ യൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ എല്ലാമായി ഏറ്റെടുത്തിരിക്കുന്ന ഏതാനും യുവജനങ്ങൾ തൃശ്ശൂർ സോണിലെ ജീസസ് യൂത്ത് യുവജനങ്ങളാണ് ഇന്നിവിടെ എത്തിയിരിക്കുക. യുവജനങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Christ in youth. Christ in youth. സ്നേഹനാഥനായ ഈശോയെ, ഈ ഒരു സമയം അങ്ങയോടൊപ്പം ആയിരിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഇവിടെ
ചേർത്തതിന് യേശുവെ ഒരുപാട് നന്ദി പറയുന്നു. യേശുവെ, യുവാക്കളായ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് യേശുവെ ഈ ഒരു സമയം ഞങ്ങൾ നന്ദി പറയുകയാണ്. ഏശയ്യാ പുസ്തകം 43 അധ്യായം 2 വാക്യത്തിൽ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങ് ഈ കുരിശുമരണത്തിലൂടെ ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്നു. ഈശോയെ, അങ്ങേക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനും ഈശോയെ നിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഉപകരണമാക്കി മാറ്റണമേ. ഈശോയെ, ഏശയ്യാ പ്രവാചകനെ അങ്ങ് പ്രവാചക ദൗത്യം ഏൽപ്പിക്കുമ്പോൾ മാലാഖയുടെ ഒരു കനൽ വഴി ഈശോയെ ഏശയ്യാ തൻ്റെ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ആ കനൽ അവൻ്റെ നാവിൽ സ്പർശിച്ചപ്പോൾ അവൻ വിശദീകരിക്കപ്പെടുകയാണ് ചെയ്തത്. ഈശോയെ, അതുപോലെ തന്നെ അങ്ങയുടെ വചനമാകുന്ന കനൽ ഞങ്ങളിൽ വന്ന് നിറയാനായിട്ട് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ വചനം ഉൾക്കൊള്ളുവാനായിട്ട്, അതിൻ്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് അങ്ങേ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ മാംസം ധരിക്കുവാനായിട്ട് സഹായിക്കണമേ. ഈ ഒരു സമയങ്ങളിൽ ഈശോയുടെ വാക്കുകൾ ശ്രവിക്കുവാനായിട്ട് നമ്മുടെ മനസ്സിനെ നമുക്കൊരുക്കാം. ഈശോ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുവാനായിട്ട് ഈ ഒരു സമയം പ്രാർത്ഥനയിലായിരിക്കാം. ഈശോയുടെ വചനം നമുക്ക് ഹൃദയപൂർവ്വം ശ്രവിക്കാം. സങ്കീർത്തന പുസ്തകത്തിലുള്ള വായന അധ്യായം 119 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അഭംഗിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റു ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ, അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും. എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതേ. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈശോയെ, ഈ ഒരു സമയങ്ങളിൽ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയായിരുന്നു. ഈശോയെ, വചനഭാഗത്തിൽ പറയുന്നു, യുവാക്കൾ തങ്ങളുടെ പാത എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. ഈശോയെ, അങ്ങയുടെ വചനം പാലിച്ച് മാത്രമേ ഞങ്ങളെ വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഈശോയെ, പലപ്പോഴും പാപത്തിൽ ഞങ്ങൾ വീണു പോവും. സ്ഥിരതയോടെ തന്നെ പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈശോയെ, അപ്പോഴും അങ്ങയുടെ വചനത്തിലെ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. കുമ്പസാരം എന്ന കൂദാശയിലൂടെ വീണ്ടും പ്രസാദപരത്തിൻ്റെ അവസ്ഥയിലായിരുന്നു കൊണ്ട് തന്നെ തിരിച്ച് അങ്ങയോടൊപ്പം അങ്ങയുടെ സ്നേഹത്തിൻ്റെ തണലായിരുന്നു മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈശോയെ, അങ്ങയുടെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഹൃദ്യസ്ഥമാകുവാനും അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങളുടെ മനസ്സിൽ അത്രയും മനഃപ്പാഠമായി മുന്നോട്ട് പോകുവാനായിട്ട് ഈശോ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഒരു പാപം ചെയ്തുകൊണ്ട് ഒരിക്കലും അങ്ങേ വേദനിപ്പിക്കാനായിട്ട് ഞങ്ങൾക്കിടയാകാതിരിക്കട്ടെ. ഈശോയെ, നിൻ്റെ ആ സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈശോയെ, ഞങ്ങൾ നിൻ്റെ സ്നേഹത്തിൽ നിറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതൊരിക്കലും മുട്ടോളം ഒന്നുമല്ല. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൽ നിറഞ്ഞ് മുങ്ങി നിൽക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഒരു സമയം ഈശോയുടെ സ്നേഹത്തിൽ നിറയപ്പെടാനായിട്ട് ഈശോയുടെ ഒപ്പമുള്ള ഒരു ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം.
ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. സ്നേഹത്തിൻ്റെ വേദിയിൽ നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വേദിയിൽ നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. മുത്തോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുത്തോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന കൊണ്ട് തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു വ്യക്തി, അതാണ് ഇന്നത്തെ നമ്മുടെ യൂത്ത് ഐക്കൺ ബിജോയ് വടക്കൻ. ബിജോയ് വടക്കനെ തൻ്റെ ജീവിതത്തിലെ അനുഭവം പങ്കുവയ്ക്കുവാൻ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ബിജോയ് വടക്കൻ. എൻ്റെ വീട് വരുന്നത് വടൂക്കരയാണ്. വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, ചേട്ടൻ, 2 അനിയത്തിമാർ. ആദ്യമേ തന്നെ ഈശോയ്ക്ക് നന്ദി പറയാണ്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഈശോയെക്കുറിച്ച് 2 വാക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനൊക്കെ എന്നെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തു. അതിനോട് നന്ദി പറയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പം മുതൽ എന്നെ ഒരു പ്രയർ ലൈഫിലൂടെയൊക്കെ കടത്തിവിടാനായിട്ട് സഹായിച്ചത് എൻ്റെ വീട്ടുകാർ തന്നെയാണ്. എൻ്റെ അമ്മച്ചി കുടുംബപ്രാർത്ഥനയിലൂടെയൊക്കെ പ്രാർത്ഥന ചെല്ലിപ്പിക്കുവാനും സ്തുതിക്കുവാനൊക്കെ ആദ്യമായിട്ട് ഞാൻ പഠിച്ചത് ആദ്യം അമ്മച്ചി പറഞ്ഞു തന്നിട്ടാണ്. ആ സമയത്ത് എനിക്ക് അമ്മയുടെ നിർബന്ധത്താൽ പ്രാർത്ഥിക്കുക, നിർബന്ധത്താൽ എന്തെങ്കിലും ചെയ്യുക, സ്തുതിക്കാനായാലും അതെന്തിനു വേണ്ടി ചെയ്യണതാണെന്ന് പോലും എനിക്കറിയില്ല. ഒരു അമ്മ പറയുന്നു അത് ചെയ്യുന്നു എന്ന രീതിയിൽ മാത്രമായിരുന്നു ചെയ്തു പോയിരുന്നത്. അതിനുശേഷം എനിക്കൊരു 18 വയസ്സ് പ്രായമുള്ള സമയത്തൊക്കെയാണ് ഈ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഒരു ചേട്ടൻ എൻ്റെ അടുത്തൊന്ന് സമീപിക്കുകയും പിന്നെ ഇങ്ങനൊരു മൂവ്മെൻ്റ് ഉണ്ട്, അതിലേക്ക് കടന്നു വരണം, അങ്ങനെ ആളുടെ ഒരു വിളിയാലൊക്കെ ഞാൻ ഇതിലേക്ക് കടന്നു വന്നു. ഞാൻ വണ്ടറടിച്ചു പോയി. ജീസസ് യൂത്ത് എന്ന് പറയുമ്പോൾ ജീസസ് എൻ്റെ പേര് കാണുമ്പോൾ തന്നെ പ്രാർത്ഥന ഗ്രൂപ്പ്, ഫുൾ പ്രാർത്ഥന, മടുപ്പ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവിടെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. കർത്താവ് എനിക്ക് അവിടെ ഒരുക്കി വെച്ചിരുന്ന സ്ഥലം എൻ്റെ എന്താ പറയുക ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് ഒക്കെ ആയിട്ടാണ് കർത്താവ് ഇതിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൂടെ കടന്നു വന്ന് കുറച്ച് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ അവിടുത്തെ പാരിഷ് കോർഡിനേറ്ററൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ രീതിയിൽ എൻ്റെ ജീവിതത്തെ കർത്താവ് വഴിതിരിച്ചു. എനിക്കാണെങ്കിൽ ചെറുപ്പം മുതൽ കുറേ ലക്ഷ്യങ്ങൾ, കുറേ പ്ലാൻ, എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇട്ട പ്ലാനുകൾ കുറേ ഉണ്ടായിരുന്നു. അതായത് അടുത്തത് ഉപരിപഠനം, ആ പഠനത്തിന് ശേഷം എങ്ങനെയായിരിക്കും എൻ്റെ ലൈഫ് എന്ന് ഞാൻ തന്നെ ഒരു പ്ലാൻ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് നടക്കണം, എന്തെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പെട്ടെന്ന് നടക്കണം എന്നൊരു വിചാരിക്കുകയായിരുന്നു എനിക്ക്. ബട്ട് കർത്താവിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് അതിലും മനോഹരമായ വേറൊരു രീതിയായിരുന്നു. ഞാൻ കർത്താവിന് വേണ്ടി കുറച്ചുകൂടി സമയം കണ്ടെത്താനും, ഇപ്പോൾ ഇടവകയിൽ ലെവലിൽ ഇപ്പോൾ കോർഡിനേറ്റർ ആയതിനു ശേഷം ഇടവകയിൽ എന്തെങ്കിലും യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ യുവജനങ്ങൾക്ക് ഒത്തുകൂട്ടി പ്രയർ കണ്ടിന്യൂ ചെയ്യുകയും പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് എടുത്ത് എനിക്ക് വേണമെങ്കിൽ ആ സമയങ്ങളിൽ കളിക്കാൻ പോവാം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതിന് കൂട്ടത്തിൽ കർത്താവിൻ്റെ ഒപ്പം അല്പസമയം ഇരിക്കാനൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ആ കർത്താവിന് വേണ്ടി ഒരു സമയം മാറ്റിവെച്ചപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ ആ സമയത്ത് കോളേജിലേക്ക് പോകാനായിട്ട് നിൽക്കായിരുന്നു. എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ
സീറ്റൊന്നും കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് അല്ല അവിടെ നിന്ന് ഇങ്ങനെ തളർത്തി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഡിപ്ലോമ പഠിക്കാനായിട്ട് എനിക്ക് അവിടെ നിന്ന് മാനേജ്മെൻറ്റിൽ സീറ്റ് കിട്ടി. എനിക്ക് കോളേജിൽ പഠിക്കണമെങ്കിൽ തന്നെ കുറച്ച് സപ്ലികളൊക്കെ ഓരോ സെമ്പിൽ ഇങ്ങനെ കിട്ടി പോന്നു. അപ്പോൾ അതൊക്കെ വീട്ടിൽ ഇങ്ങനെ പറയും എന്നൊക്കെ വിചാരിച്ച് പേടിച്ച് ഇരിക്കാറുണ്ട്. ബട്ട് അതിലും കർത്താവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല ഗ്രേസ് മാർക്കുകളൊക്കെ കിട്ടി. എനിക്ക് സെമ്മ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എനിക്കൊരു സപ്ലി പോലും ഇല്ലാതെ അത് പാസ്സാക്കി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് അത്രയ്ക്ക് പഠിക്കാനുള്ള കഴിവുണ്ടോ എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ കർത്താവിന് വേണ്ടി കർത്താവിന് കൊടുക്കുക എന്നൊരു ലക്ഷ്യത്താൽ കുറേ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇപ്പോൾ ഞാനൊരു മിഷൻ പ്രവർത്തനമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബീഹാറിലൊക്കെ പോയി. അവിടെയും ഈ പറഞ്ഞ പോലെ ഭാഷ അറിയില്ല, ഒരു സേഫല്ല, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ പോയിട്ട് ഒരു 2 ആഴ്ചയൊക്കെ പോയിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് കർത്താവിന് കൊടുക്കുക. പുതിയൊരു അനുഭവമായിരുന്നു. ഓരോ വീടുകളിൽ, ഭാഷ അറിയാത്ത വീടുകളിൽ പോയിട്ട് നമ്മുടെ കയ്യിലാകെയുള്ളത് അവിടുത്തെ ഭാഷയിലുള്ള ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയിലുള്ള നന്മ നിറഞ്ഞ മറിയമേ മാത്രമാണ് പഠിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു ശക്തിയാലൊക്കെയാണ് അവിടെ പോയിട്ട് ഓരോന്ന് ഈശോയ്ക്ക് വേണ്ടി അത് ചെയ്യാനൊക്കെ സാധിച്ചു. എന്നെ ചെയ്യിപ്പിച്ചു എന്ന് തന്നെ പറയാം. ആത്മാവ് ഈശോ ശിഷ്യന്മാരെ അയച്ചതുപോലെ ഞങ്ങളിലൊരു ട്രൂപ്പായിട്ട് തന്നെ കർത്താവ് അയക്കുകയും സേഫായിട്ട് തന്നെ തിരിച്ചെത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു എഫേർട്ട് ഞാൻ എടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ കർത്താവ് എന്നെ പ്ലാൻ ചെയ്തു തന്നു. വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അവിടത്തേക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിന് വേണ്ടിയുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വചനത്താലൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇപ്പോൾ പലരും പല കാര്യങ്ങൾ പറയും, പഠിച്ചു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നീ അവിടേക്ക് പോകും ഇവിടേക്ക് പോകും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. പക്ഷേ ഞാനപ്പോൾ കർത്താവിലേക്ക് ഒക്കെ കൊടുത്തു. ഞാൻ ഇപ്പോൾ പുറത്തേക്കുള്ള ഇൻ്റർവ്യൂസൊന്നും അറ്റൻഡ് ചെയ്യാണ്ടിരുന്നില്ല. അതിൽ കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ എങ്കിലും അതൊന്നും സെറ്റ് ആവണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കർത്താവിൻ്റെ ഹിതം ഇവിടെ നിൽക്കാനാണ്, ഇവിടെ നിന്നുകൊണ്ട് ഒരു ശുശ്രൂഷകൾ ചെയ്യാനൊക്കെ ആയിട്ട് എന്നെ കർത്താവ് പഠിപ്പിച്ചു. ഈ ഒരു സമയം പോലും എനിക്ക് ഇവിടെ ആയിരിക്കാൻ സാധിച്ച് കർത്താവിനെ കൊടുക്കാനൊക്കെ സാധിച്ചത് ഈ മൂവ്മെൻറ്റിൽ നിന്ന് കിട്ടിയൊരു അറിവിലൂടെയൊക്കെയാണ്. എനിക്കും നിങ്ങളുപോലുള്ള യുവജനങ്ങളുടെ അടുത്ത് എനിക്കും ഒരു കാര്യം പറയാനുള്ളൂ, ഈശോയ്ക്ക് വേണ്ടി നമ്മളൊരു എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയൊരു പദ്ധതി, ക്ഷേമത്തിനുള്ള പദ്ധതി തന്നെ കർത്താവ് നമുക്ക് ആയിട്ട് സജ്ജമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. പ്രൈസ് ഗോഡ്. Christ in youth. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നമ്മുടെ പദ്ധതികൾ ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർത്ത് വയ്ക്കുകയാണ് പ്രാർത്ഥനയിലൂടെ. അതുപോലെ തന്നെ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും ഓർത്ത് അവരുടെ സ്വപ്നങ്ങളെയും നമുക്ക് ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. അതിനായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എല്ലാ യുവജനങ്ങളെയും സഹായിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം കരങ്ങൾ കോർത്ത് പിടിച്ച് എല്ലാ യുവജനങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, ആരാധന. ദൈവമേ, അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവമേ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതി എന്താണോ അത് മനസ്സിലാക്കി ജീവിക്കുവാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തിപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. Christ in youth. സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടി വളരുവാൻ ഇന്ന് നമ്മെ സഹായിക്കാൻ ഇവിടെ എത്തിയിരിക്കുക ഇരിഞ്ഞാലക്കുട രൂപത കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായിട്ടുള്ള റിജോയ് പഴയാറ്റിൽ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. എന്തായിരുന്നാലും ക്രൈസ്റ്റ് ഇൻ യൂത്ത് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് പ്രത്യേകിച്ച് കൂദാശകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷം അല്പം പ്രത്യേകതയുള്ളതാണ്. നിങ്ങൾക്ക് യുവജനങ്ങൾക്കൊക്കെ പരിചിതമാണ് ഈ ഒരു വർഷം. യുവജനങ്ങളുടെയൊക്കെ ഹരമായ ഒരു വിശുദ്ധനെ ഓർക്കുന്ന വർഷം കൂടിയാണ്. ഫ്രാൻസിസ് അസീസിയുടെ വർഷം. വെരി ഗുഡ്, വെരി ഗുഡ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വിശുദ്ധനാണ്. ആ വിശുദ്ധ ഫ്രാൻസിസ് അസീസി വൈദികനെ കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. ഒരു മാലാഖയോ ഒരു വൈദികനെയോ ഒരുമിച്ച് കണ്ടാൽ ഞാൻ ഏറ്റവും ആദ്യം വണങ്ങുക ഒരു വൈദികനെ ആയിരിക്കും. കാരണം ഒരു വൈദികൻ
ഈശോയെ കരങ്ങളിലെടുക്കുന്നവനാണ്. നമ്മൾ കൂദാശകളെ കുറിച്ച് പഠിക്കുമ്പോൾ ദൗത്യദായക കൂദാശകളുണ്ട്. 2 കൂദാശകളാണ് ദൗത്യദായക കൂദാശകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് വിവാഹം, രണ്ടാമത്തേത് തിരുപ്പട്ടം. ഈ 2 കൂദാശകളിലൂടെയും നമുക്ക് കൈമാറ്റം അല്ലെങ്കിൽ നൽകപ്പെടുന്നത് ഒരു മിഷനാണ്, ഒരു ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. വിവാഹം എന്ന കൂദാശയിൽ തീർച്ചയായിട്ടും ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് അവരുടെ കടമകൾ നിർവഹിക്കുന്നു. എന്നാൽ തിരുപ്പട്ടം എന്ന കൂദാശയിൽ ഒരു വ്യക്തി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നു, ദൈവജനത്തിനെ ശുശ്രൂഷ ചെയ്യാനായിട്ട്. അപ്പോൾ തിരുപ്പട്ടം എന്ന കൂദാശയെക്കുറിച്ച് നമുക്കൊക്കെ വളരെ അറിയാവുന്ന, നിങ്ങൾ പല തിരുപ്പട്ട ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്ത് കാണും അല്ലേ? നിങ്ങളുടെ കസിൻസിൻ്റെ ഒക്കെ പങ്കെടുത്ത് കാണും. അപ്പോൾ ഒരല്പം നീണ്ട ഒരു ശുശ്രൂഷയാണ്, പക്ഷെ ഏറ്റവും മനോഹരമാണ്. അപ്പോൾ എന്താണ് ഒരു വൈദികൻ്റെ ദൗത്യം? ഈശോയെ പിൻചെല്ലുക. ഈശോ ഈ ഭൂമിയിൽ നിർവഹിച്ച തൻ്റെ ദൗത്യം 33 വർഷ കാലഘട്ടം കൊണ്ട് ഈശോ തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുകയുണ്ടായി. ഈശോ പൂർത്തിയാക്കിയ രക്ഷാകര ദൗത്യം ഇന്ന് അത് തുടരുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് വൈദികർക്ക് ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈശോ പല ദൗത്യങ്ങൾ ചെയ്യുകയുണ്ടായി അല്ലേ? ഈശോ എന്താ ചെയ്തത്? സുവിശേഷം പ്രഘോഷിച്ചു, ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ ഏതൊരു വൈദികൻ്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സുവിശേഷ പ്രഘോഷണമാണ്. വചനം അത് വ്യാഖ്യാനിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ആരാധനയിലൂടെ ദൈവജനത്തെ വിശുദ്ധീകരിക്കുക. കൂദാശകൾ പരികർമ്മം ചെയ്ത് ദൈവത്തെ ആരാധിക്കാനായിട്ട് ജനത്തെ ഒരുക്കി അവരെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഒരു വൈദികൻ നിർവഹിക്കേണ്ടതുണ്ട്. മൂന്നാമതൊരു ദൗത്യം കൂടിയുണ്ട്. എന്താണത്? ജനങ്ങളെ നയിക്കുക. അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക്, സ്വർഗം ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് അവരെ നയിക്കുക എന്നുള്ള മൂന്നാമത്തെ ദൗത്യം. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു രൂപതയിൽ തന്നെ ഒരു കൊച്ചു പയ്യൻ മരിക്കുകയുണ്ടായി. പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. അപ്പോൾ ആ വീട്ടിലേക്ക് ഞാൻ ചെല്ലുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കാറ്റഗിസം പഠിക്കുന്ന പയ്യൻ. അതുകൊണ്ട് ഞാൻ പോയി അവിടെ ചെല്ലുമ്പോൾ ആ സമയത്താണ് വികാരിയച്ഛന് വരുന്നത്. ഏകദേശം ഫ്യൂണറലിൻ്റെ ടൈമാണ്. അപ്പോഴാ കുഞ്ഞിൻ്റെ അപ്പച്ചൻ വളരെ വിഷമത്തോടു കൂടി കരഞ്ഞ് ഒരു കാര്യം പറഞ്ഞു. മോനെ, മോൻ്റെ അച്ഛൻ വന്നിരിക്കുന്നു. വികാരിയച്ഛനെ നോക്കിക്കൊണ്ട് ആ ഒരു അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമാണ്, മോൻ്റെ അച്ഛൻ വന്നിരിക്കുന്നു എന്നുള്ളത്. അതായത് ഒരു വൈദികൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂദാശകൾ പരികർമ്മം ചെയ്യുക മാത്രമല്ല, ജനത്തിൻ്റെ കൂടെ നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ദൈവജനത്തിൻ്റെ ഗന്ധമുള്ള മനുഷ്യനാകണം ആര്? വൈദികനെന്ന്. ഇടയൻ്റെ വലിയ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അജഗണത്തിൻ്റെ ഗന്ധമുള്ളവനായിരിക്കണം ആര്? അജപാലകൻ, ജനത്തെ നയിക്കുന്നൊരു വ്യക്തി എന്നുള്ളത്. നിങ്ങൾ തിരുപ്പട്ട ശുശ്രൂഷയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ തിരുപ്പട്ട ശുശ്രൂഷ സാധാരണ നിർവഹിക്കുക ആരായിരിക്കും? മെത്രാനാണ്. മെത്രാനാണ് ഒരു തിരുപ്പട്ടം എന്ന ശുശ്രൂഷ അത് പരികർമ്മം ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ. മെത്രാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. 2 കൈവെപ്പ് പ്രാർത്ഥനകളിലൂടെയാണ് ഒരു ഷെമ്മാശൻ അല്ലെങ്കിൽ ഒരു ഡീക്കൻ, മിശംശാന എന്ന് നമ്മൾ പറയുക, അദ്ദേഹം എന്തായിട്ട് മാറുക? ഒരു വൈദികനായിട്ട് മാറുക. 2 കൈവെപ്പ് പ്രാർത്ഥനകളുണ്ട്. ഒന്നാമത്തെ കൈവെപ്പ് പ്രാർത്ഥനയിൽ അഭിമന്യ പിതാവ് കരങ്ങൾ ഇടത് കൈ ഇങ്ങനെ പിടിച്ചു, വലത് കൈ ശുശ്രൂഷയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ ആത്മാവ് ഈ വ്യക്തിയിൽ വന്ന് നിറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ദൗത്യം അത് ഏറ്റവും മനോഹരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ആരുടെ ശക്തി ഉണ്ടാകണം? ദൈവാത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ശക്തമായിട്ട് ഈ വൈദികനിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തലയിൽ കൈവച്ച് കൈവെപ്പ് പ്രാർത്ഥനയാണ് ചെയ്യുക. രണ്ടാമത്തെ ഒരു കൈവെപ്പ് പ്രാർത്ഥനയിൽ അഭിമന്യ പിതാവ് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ പുരോഹിതന് ചില ദൗത്യങ്ങൾ കൊടുക്കുകയാണ്, അധികാരങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുക. എന്ത്? രോഗികളെ കൈവച്ച് സുഖപ്പെടുത്താനും വിവാഹം ആശീർവദിക്കാനും എന്ന് തുടങ്ങുന്ന കൂദാശകൾ പരികർമ്മം ചെയ്യാൻ, പാപങ്ങൾ മോചിക്കാനായിട്ടുള്ള അധികാരം. ഇങ്ങനെയാണ് ഈ ഒരു ശുശ്രൂഷ പരികർമ്മം ചെയ്യപ്പെടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദികനെ മെത്രാൻ തലയിൽ കൈവച്ച് ഒരു അപ്പസ്തോലിക പാരമ്പര്യമാണ്, സ്ലീഹന്മാരുടെ പാരമ്പര്യമാണ് കൈവെപ്പ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ഈശോ
സ്വർഗത്തിലേക്ക് കരയേറുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയൊക്കെ അടുത്ത് വിളിച്ച് അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ കൈവെപ്പ് പ്രാർത്ഥന ശ്ലൈഹിക പാരമ്പര്യമാണ്. അത് ഈശോയിൽ നിന്ന് ശിഷ്യന്മാർക്കും ശിഷ്യന്മാരിൽ നിന്ന് വൈദികരിലേക്കും അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മളും ഈ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. ഒരു വൈദികൻ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേരുമ്പോൾ നമ്മളൊക്കെ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുക നമ്മുടെ മാമോദീസായിലൂടെയാണ്. മാമോദീസ സ്വീകരിക്കുന്നത് വഴിയായിട്ട് നമ്മൾ ഓരോരുത്തരും രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൗത്യങ്ങളുണ്ട്. ദൈവത്തെ അനുസരിക്കുക, ദൈവകൽപ്പനകൾ പാലിക്കുക, വചനം പ്രഘോഷിക്കുക, ദൈവത്തെ ആരാധിക്കുക, അങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരുക. ഈ മനോഹരമായിട്ടുള്ള കൂദാശ ദൈവം പ്രപഞ്ചത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്പത്താണ്, ഏറ്റവും വലിയ സമ്മാനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുക. തിരുപ്പട്ടമെന്ന് പറയുന്ന കൂദാശ അത് ഏറ്റവും മനോഹരമായിട്ട് വലിയ ഒരു ഒരുക്കത്തിന് ശേഷം പരികർമ്മം ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ്. ദൗത്യം ഏൽപ്പിക്കുന്ന ഒരു കൂദാശയാണ്. കൂടുതൽ നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാനും അങ്ങനെ പൗരോഹിത്യത്തെ സ്നേഹിക്കാനും ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് തുടർന്നും കൂടുതൽ നിങ്ങളുടെ ദൈവത്തിലുള്ള അറിവ് കൂടുതൽ വളരാനും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കാനും ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. Christ in youth. ഈശോയാൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഈ ലോകം കടൽ പോലെയാണ്. ഈ കടലിലെ ഒരു കപ്പലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഈ കടലിൽ വലിയ കോളിളക്കങ്ങളും വലിയ തിരമാലകളും ചെറിയ തിരമാലകളൊക്കെ ഉണ്ടാകും. ഈ തിരമാലകളിലും ഈ പ്രതിസന്ധികളിലും ജീവിതമാകുന്ന നമ്മുടെ കപ്പല് മുങ്ങാതിരിക്കണമെങ്കിൽ പ്രാർത്ഥനയാകുന്ന നങ്കൂരം കടലിലേക്ക് നമ്മൾ താക്കണം. അപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമ്മുടെ ജീവിതത്തിന് സാധിക്കും. അതുകൊണ്ട് ഈ നിമിഷം നമുക്കൊരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ പ്രാർത്ഥനയിൽ അടിയുറച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നല്ല തീരുമാനം നമുക്ക് എടുക്കാം. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.